ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപി മാജിക്കിൽ പ്രതീക്ഷ അർപ്പിച്ച് BJP വലിയ കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തൃശ്ശൂർ കോർപ്പറേഷൻ അവിടെ എന്തു സംഭവിക്കുമെന്നത് കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പല പല സാധ്യതകൾ അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ടെണ്ണുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ എന്ന തരത്തിലേക്ക് അങ്ങേയറ്റം ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം പോരാട്ടമാണ് തൃശ്ശൂരിലെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സമയത്ത് പോലും നമുക്ക് ഒരു തരത്തിലും പിടിതരാത്ത ഒരു പാർലമെന്റ് മണ്ഡലമായിരുന്നു ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും മാറുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ അക്ഷരാർത്ഥത്തിൽ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഇടമായി തൃശ്ശൂർ കോർപ്പറേഷൻ മാറുന്നു. കഴിഞ്ഞ തവണ 25 സീറ്റ്, അതായത് കോൺഗ്രസിന്റെ വിമതനായിരുന്ന MK വർഗീസിനെ ഒപ്പം കൂട്ടിയാണ് LDF 25 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ പിടിച്ചത്. 24 സീറ്റ് UDF ലഭിച്ചു. അന്ന് BJPക്ക് 4 ഡിവിഷനുകളാണ് ഒപ്പം നിന്ന് 6 ഡിവിഷനുകളാണ് ഒപ്പം നിന്നത്. പക്ഷേ ഇത്തവണ BJP ആകട്ടെ സുരേഷ് ഗോപി നേടിയ വിജയം അതിന്റെ ഒരു ആവർത്തനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കോർപ്പറേഷനിൽ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്കൊക്കെ വന്നാൽ അവർക്ക് വലിയ മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭയിലടക്കം BJP ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഗുരുവായൂർ നിയോജക മണ്ഡലം ഒഴികെ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും മറ്റു പാർട്ടികൾക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചില്ല. ബാക്കി എല്ലായിടത്തും സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടമായി തൃശ്ശൂർ ജില്ല ഒട്ടാകെ മാറുകയാണ്. പക്ഷേ UDF ആകട്ടെ അവരുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. അവിടെ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ഇക്കുറി എത്താൻ കഴിയുമെന്ന് UDF പ്രതീക്ഷ വെക്കുന്നു. LDF ആകട്ടെ പരമ്പരാഗതമായി തന്നെ LDFനൊപ്പം നിന്നു. അതായത് കഴിഞ്ഞ 10 വർഷമായി കോർപ്പറേഷൻ LDFനൊപ്പമാണ്. അതോടൊപ്പം തന്നെ പ്രാദേശികമായി പഞ്ചായത്തുകൾ എടുക്കട്ടെ, നഗരസഭകൾ എടുക്കട്ടെ, നഗരസഭകളൊക്കെ 5 നഗരസഭകൾ LDFനൊപ്പമാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുക്കട്ടെ, ഭൂരിഭാഗം LDFന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ UDFും BJPയും ഒക്കെ വലിയ പ്രതീക്ഷ വെക്കുന്നൊരു ജില്ലയായി തൃശ്ശൂർ മാറുന്നു. അത്തരത്തിൽ തന്നെയാണ് അരയും തലയും മുറുക്കി 3 മുന്നണികളും അവസാന നിമിഷം പോലും പോർവിളികളുമായി രംഗത്തെത്തുന്നതാണ് കണ്ടത്. ഇന്ന് പോലും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്ത വിഷയമടക്കം വലിയ രാഷ്ട്രീയ ചർച്ചയായി തൃശ്ശൂരിൽ മാറുന്നു. എന്തായാലും ശരി സൂരജ്, അങ്ങനെ വലിയ ചുട്ടുപൊള്ളുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രചാരണ കാലമാണ് തൃശ്ശൂരിൽ കടന്നു പോകുന്നത്. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ 2020-നേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. 2.5%, ഏതാണ്ട് 3%-നടുത്ത് കുറവ് വന്നിട്ടുണ്ട്. അത് നികത്തി ഈ വടക്കൻ കേരളത്തിൽ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് ശതമാനമൊക്കെ കൂട്ടി ആത്മവിശ്വാസത്തോടെ വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് മുന്നണികൾ നടന്നു പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ രാത്രിയിലും ഈ ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അണികളും ഒക്കെ. അത് ഫലം കാണുമോ എന്നത് നാളെ വൈകിട്ട് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.